ദുരന്തഭൂമിയിൽ 6ാം ദിനവും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 85 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8908 പേരാണുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി പത്മ ചേരുന്നുണ്ട്. ലക്ഷ്മി, ഇന്ന് 6ാം ദിനം തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നിരവധി ആളുകളുണ്ട്. അവരുടെയൊക്കെ ഒരു മാനസികാരോഗ്യമൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സൈക്കോ സോഷ്യൽ കൗൺസിലർമാർ ഉൾപ്പെടെ അവിടെ നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട്. ലക്ഷ്മി, എവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ? ഒപ്പം തന്നെ അവിടെ നിന്ന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, ഞാനിപ്പോൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മേപ്പാടി, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ള ദുരിതാശ്വാസ ക്യാമ്പ് വയനാട്ടിലെ. ഇവിടെയാണ് ഉള്ളത്. ഇങ്ങോട്ടേക്ക് ഇപ്പോൾ അല്പസമയത്തിനകം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തീർച്ചയായും ഇതുപോലെ ആളുകളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്നുണ്ട്. നമുക്കറിയാം, കുട്ടികളടക്കമുള്ളവർ ഈ ക്യാമ്പിലുണ്ട്. അതിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ, അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടു പോയ കുട്ടികളൊക്കെയുണ്ട്. അവരുടെ മാനസികാരോഗ്യം നിലനിർത്തുന്നതിന്, അത് കൃത്യമായി സൂക്ഷിക്കുന്നതിന് അവർക്ക് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട്. അതിനായുള്ള പ്രവർത്തനങ്ങൾ രാവിലെ കുട്ടികളെല്ലാം ഒരുമിപ്പിച്ച് ഇവിടെ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് കളിപ്പിക്കുകയും അങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട്. പല പ്രായത്തിലുള്ള കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളൊക്കെയുണ്ട്. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ കാര്യമായി ഈ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച്, ദുരിതാശ്വാസ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ക്യാമ്പ് സന്ദർശിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ എന്താണ് സർക്കാരിനോട്? ഈ മേപ്പാടിയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പ് സന്ദർശിക്കുകയുണ്ടായി. സന്ദർശിച്ചപ്പോൾ എനിക്ക് ആദ്യമേ പറയാനുള്ളത് സർക്കാരിനോടുള്ള നന്ദിയാണ്. കാരണം കേരള സർക്കാരുകൾ വളരെ സമയോചിതമായി ഉണർന്ന് പ്രവർത്തിച്ചു. അതിൻ്റെ വലിയ ആശ്വാസം ഈ പ്രദേശത്ത് ദൃശ്യമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒരുപാട് ജീവിതങ്ങളെ രക്ഷപ്പെടുത്താൻ അതിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. ക്യാമ്പിലുള്ളവരെല്ലാവരും അവർക്ക് ലഭിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംതൃപ്തരാണ്. ഭക്ഷണ കാര്യത്തിൽ, അതുപോലെ ചികിത്സാ കാര്യത്തിലൊക്കെയും അവർ സംതൃപ്തരാണ്. അതേസമയം ഈ ക്യാമ്പ് വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീട് നഷ്ടപ്പെട്ട, ഉപജീവനമാർഗം നഷ്ടപ്പെട്ട, തൊഴിൽ നഷ്ടപ്പെട്ട അവരുടെ ആശങ്കകൾ അവരുടെ മുമ്പിൽ വലിയ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണാൻ പൊതുസമൂഹം ഒറ്റക്കെട്ടായി ഇവരോടൊപ്പം നിൽക്കേണ്ടതുണ്ട്. തീർച്ചയായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഹ്വാനം ഞങ്ങളുടെ എല്ലാവരുടെയും മുമ്പിലെത്തിയിട്ടുള്ളതാണ്. ആ ആഹ്വാനത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ ഞങ്ങളെല്ലാവരും സന്നദ്ധരാണ്. ഇവർക്ക് നഷ്ടപ്പെട്ടു പോയതിനേക്കാളും നല്ല ജീവിതം കരുപ്പിടിപ്പിച്ചു കൊടുക്കാൻ, തീർച്ചയായും നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളെ നമുക്ക് തിരികെ കൊടുക്കാനാവില്ല. പക്ഷെ നഷ്ടപ്പെട്ടു പോയ വീടും ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ആശങ്കകളും ഒക്കെയും പരിഹരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതിന് ഈ ആളുകളെ പുനരധിവസിപ്പിക്കുമ്പോൾ ഈ തരം മേഖലകളിൽ തന്നെ പുനരധിവസിപ്പിക്കുന്നത് വീണ്ടും ഒരു ആശങ്ക ഉളവാക്കുന്ന ഒന്നല്ലേ? അപ്പോൾ എങ്ങോട്ടേക്ക് പുനരധിവസിപ്പിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ആലോചനയിൽ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് പ്രാദേശികമായും? തീർച്ചയായും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമായ കാര്യമല്ല. അത്തരം പ്രതിസന്ധികൾ പരിഗണിച്ചുകൊണ്ട് തീർച്ചയായും അതേക്കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തി സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഇവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതിന് സർക്കാർ ശ്രദ്ധ കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം പൊതുവായി ഉയരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ചട്ടങ്ങൾ അതിന് എതിരുമാണ്. ഈ നിലയ്ക്ക് എന്താവശ്യമായിരിക്കും ഉയർത്തുക? ദേശീയ ദുരന്തമായി ഇത് പ്രഖ്യാപിക്കണമെന്നുള്ളത് ഈ നാടിൻ്റെ മുഴുവനും ആവശ്യമാണ്. അതിലൂടെ കൂടുതൽ സഹായം ഈ സമൂഹത്തിന് ലഭിക്കും എന്നുള്ളതാണ് ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമ്പോൾ കിട്ടുന്ന സഹായം എന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഈ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു നിയമവും തടസ്സമാകരുത്. ഈ അത്രമേൽ നിരാലംബരായി തീർന്ന ഈ മനുഷ്യരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ ഏത് വിധത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നുണ്ടാകേണ്ടത്, അത് സത്വരമായി ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
ഈ ഘട്ടത്തിൽ ഏതായാലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് പറയുന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇന്ന് രാവിലെ സുരേഷ് ഗോപി ചൂരൽമലയിലേക്ക് എത്തിയപ്പോഴും ഈ ഒരു കാര്യം മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചിരുന്നു. ആ കാര്യം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ പെടുത്തും എന്നാണ് പറഞ്ഞത്. ഏതായാലും ദുരിത കണക്കുകൾ, ദുരന്തത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച കണക്കുകൾ സംസ്ഥാന സർക്കാർ അറിയിക്കുന്ന മുറയ്ക്ക് കേന്ദ്ര സർക്കാരിനെ അറിയിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും 6ാം ദിനത്തിലും രക്ഷാപ്രവർത്തനം കാര്യമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. ചൂരൽമലയിലും മുണ്ടക്കയിലും ചാലിയാറിന്റെ തീരത്തുമെല്ലാം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന കാഴ്ചയാണ് 6ാം ദിവസവും കാണുന്നത്. ഇപ്പോഴും ആളുകളെ, ഉറ്റവരെ കാത്തിരിക്കുന്നവരെ നമുക്ക് മേപ്പാടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കാണാനാകും. അവിടെ ആളുകൾ ഇപ്പോഴും ഉറ്റവർക്കായി കാത്തിരിക്കുകയാണ്. ഇനിയും ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട്. ഈ നഷ്ടക്കണക്കുകളെ കുറിച്ച്, ഈ മരണക്കണക്കുകൾ, ആരെയൊക്കെ കാണാതായി, പ്രകൃതി ദുരന്തത്തിൽ സംഭവിച്ചിരിക്കുന്ന നാശം, ഇത് സംബന്ധിച്ചൊക്കെ ഒരു കൃത്യമായ കണക്ക് റവന്യൂ വകുപ്പ് നാളെ തന്നെ പ്രസിദ്ധീകരിക്കും എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, നമ്മൾ ഈ ദുരിതാശ്വാസ മേഖലകളിൽ കൂടി പോകുമ്പോൾ, ദുരന്തമുഖത്തേക്കൊക്കെ പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പരാതിയായി സന്നദ്ധ പ്രവർത്തകരെല്ലാം ഉയർത്തുന്ന ഒരു കാര്യം, അവർക്ക് ഇവിടേക്ക് സഹായം എത്തിക്കുന്നതിന് തടസ്സങ്ങളുണ്ട്. നേരിട്ട് സഹായം എത്തിക്കരുത് എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുകയും അതിനൊരു സെൻട്രലൈസ്ഡ് സംവിധാനം ഉണ്ട് എന്ന് സംസ്ഥാന സർക്കാർ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സന്നദ്ധ പ്രവർത്തകർ ദുരന്തഭൂമിയിൽ 6ാം ദിനവും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 85 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8908 പേരാണ് അവിടെ ഉള്ളത്. അതിൻ്റെ എല്ലാം വിശദാംശങ്ങളാണ് ഇപ്പോൾ ലക്ഷ്മി പത്മ നൽകിയത്.